757 നാമം തേജോവൃഷ, തേജസ്സിനെ വർഷിക്കുന്നവൻ. തേജസ്സിന് പ്രകാശമെന്നും ജലമെന്നും അർത്ഥമുണ്ട്. സൂര്യരൂപത്തിൽ ഭഗവാൻ ഭൂമിയിൽ തേജസ് വർഷിക്കുന്നു. ആ തേജസ് ചൂടായും വെളിച്ചമായും ഭൂമിയെ പോഷിപ്പിക്കുന്നു. സൂര്യൻ്റെ രശ്മികൾ ഭൂമിയിൽ നിന്ന് ജലത്തിൻ്റെ സൂക്ഷ്മ കണികകളെ സ്വീകരിച്ച് മേഘങ്ങളാക്കുന്നു. മഴയായി ഭൂമിയിൽ വർഷിച്ച് അന്നമുണ്ടാക്കുന്നു. ചന്ദ്രരൂപത്തിൽ ഭഗവാൻ തേജസ് വർഷിച്ച് ഭൂമിയെ കുളിർപ്പിക്കുകയും അമൃതകിരണങ്ങളിലൂടെ സസ്യങ്ങളിൽ ആവേശിച്ച് അവയെ ഔഷധികളാക്കുകയും ചെയ്യുന്നു. പല രൂപത്തിൽ വർഷിക്കുന്ന തേജസ് കൊണ്ട് ലോകങ്ങളെ വർദ്ധിപ്പിക്കുന്നവനെന്നർത്ഥം. 758 നാമം ദ്വിതിധര. ദ്യുതി എന്നതിന് ശോഭ എന്നർത്ഥം. മുൻ നാമത്തിൽ നാം കണ്ട തേജസ്സിന് കാരണമായ പ്രതിഭാസമാണ് ദ്യുതി. പ്രയോഗത്തിൽ 2 പദങ്ങളും പര്യായങ്ങളാണ്. തേജസ്സിനെ ധരിക്കുന്നവൻ തേജോരൂപൻ. ഭഗവാനെ ദേവന്മാരോ മനുഷ്യരോ കാണുന്ന സന്ദർഭങ്ങൾ പുരാണങ്ങളിലുണ്ട്. അപ്പോഴെല്ലാം തേജോമയനായിട്ടാണ് നാം കാണുന്നത്. അധ്യാത്മരാമായണത്തിൽ ദേവന്മാരുടെ മുമ്പിൽ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് ഒരു 10,000 ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചു വരുന്നത് പോലെയാണ്. പ്രകാശം ജ്ഞാനത്തിൻ്റെ പ്രതീകമായതുകൊണ്ട് ജ്ഞാനരൂപി എന്നും നാമത്തെ വ്യാഖ്യാനിക്കാം. 759 നാമം സർവശാസ്ത്രഭൃതാംബര. എല്ലാ ശസ്ത്രഭൃത്തുക്കളിലും വെച്ച് ശ്രേഷ്ഠൻ, ശസ്ത്രം ഉപയോഗിക്കുന്നവൻ, ശസ്ത്രത്തെ ഭരിക്കുന്നവൻ, ശസ്ത്രഭൃത്ത്. ശസ്ത്രം എന്നതിന് ഹിംസിക്കാനുള്ള ആയുധം എന്നാണ് അർത്ഥം. അമ്പ്, വാള്, ഗദ, ചക്രം തുടങ്ങിയവയെല്ലാം ശസ്ത്രങ്ങളാണ്. ശസ്ത്രത്തെ ഭരിക്കുന്നവൻ, ആയുധം പ്രയോഗിക്കുന്നവൻ ശസ്ത്രഭൃത്ത്. യോദ്ധാവ് എന്നർത്ഥം. എല്ലാ യോദ്ധാക്കളിലും വെച്ച് ശ്രേഷ്ഠൻ. ശസ്ത്രപാണികളിൽ ഞാൻ രാമനാണെന്ന് ഭഗവത്ഗീത. 760 നാമം പ്രഗ്രഹ. പ്രകർഷേണ ഗ്രഹിക്കുന്നവൻ. ഗ്രഹിക്കുക എന്നതിന് പിടിക്കുക, കൈവശപ്പെടുത്തുക, അറിയുക, സ്വീകരിക്കുക എന്നൊക്കെ അർത്ഥം. സർവ്വലോകങ്ങളെയും പ്രളയകാലത്ത് തന്നിൽ ലയിപ്പിക്കുന്ന മഹാഗ്രാസനാണ് വിഷ്ണുദേവൻ. പൂർണ്ണമായി അനായാസമായി എല്ലാത്തിനെയും പിടിച്ചെടുക്കുന്നതിനുകൊണ്ട് പ്രഗ്രഹൻ. 761 നാമം നിഗ്രഹ. നിഗ്രഹം എന്നതിന് നിശേഷേണ ഗ്രഹിക്കൽ അല്ലെങ്കിൽ പൂർണ്ണമായി സ്വീകരിക്കൽ എന്നർത്ഥം. എല്ലാം തന്നിൽ ലയിപ്പിക്കൽ അല്ലെങ്കിൽ നശിപ്പിക്കൽ എന്നും വധിക്കൽ എന്നും അർത്ഥം കിട്ടും. എല്ലാത്തിനെയും തന്നിലേക്കാക്കുന്നവൻ, പ്രപഞ്ചത്തെ തന്നിൽ ലയിപ്പിക്കുന്നവൻ. 762 നാമം വ്യഗ്ര. വി അഗ്ര എന്ന് പദച്ഛേദം. അഗ്രം അഥവാ അവസാനം ഇല്ലാത്തവൻ, ആദിയും അവസാനവും ഇല്ലാത്തവൻ അല്ലെങ്കിൽ സനാതനൻ. 763 നാമം നൈകശൃംഗ. ന ഏകശൃംഖ. ഒന്നിൽ കൂടുതൽ ശൃംഗങ്ങളുള്ളവൻ. ശൃംഖം പല അർത്ഥങ്ങളുള്ള പദമാണ്. യജ്ഞാത്മകനായ അഗ്നിയെ ഋഗ്വേദം ശൃംഗം എന്ന് അവതരിപ്പിക്കാറുണ്ട്. യജ്ഞാത്മകനായ അഗ്നിക്ക് വേദങ്ങളാകുന്ന 4 കൊമ്പുകളും സവനങ്ങളാകുന്ന 3 കാലുകളുമുണ്ട്. ഹവിരഗ്നം, പ്രവ്യർഗം എന്നീ 2 തലങ്ങൾ. ഗായത്രി മുതൽ 7 ഛന്ദസ്സുകൾ കൈകൾ. മന്ത്രം, ബ്രാഹ്മണം, കൽപ്പം എന്നീ 3 എണ്ണത്താൽ യജ്ഞദേവൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ശൃംഗത്തിന് കൊടുമുടി എന്നും അർത്ഥമുണ്ട്. 4 കൊടുമുടികളുള്ള മഹാമേരുവിനെ വിഷ്ണു രൂപമായിട്ട് അവതരിപ്പിക്കുന്നു. മഹാമേരുവിന് 4 കൊടുമുടികളുണ്ട്. 3 വശത്തുള്ള 3 കൊടുമുടികൾ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ മൂർത്തികളുടെ ആസ്ഥാനങ്ങളാണ്. 3 കൊടുമുടികളുടെയും മധ്യത്തിൽ 3നേക്കാൾ വലിപ്പവും പൊക്കവുമുള്ള മധ്യശൃംഗത്തിൽ പരാശക്തി രൂപനായിട്ട് ശ്രീനാരായണൻ സ്ഥിതി ചെയ്യുന്നു. ലളിതാ സഹസ്രനാമത്തിൽ സുമേരു ശൃംഗസ്ഥ എന്നൊരു നാമമുണ്ട്. 764 നാമം ഗദാഗ്രജ. ഗതിക്കപ്പെടുന്നത്, ഗതം അല്ലെങ്കിൽ ഉച്ചരിക്കപ്പെടുന്നത്. മന്ത്രം, സ്തോത്രം, ഗാനം എന്നിവ കൊണ്ട് പ്രീതനായി മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നവൻ. 765 നാമം ചതുർമൂർത്തി. 4 മൂർത്തികൾ ഉള്ളവൻ. യുഗഭേദമനുസരിച്ച് ഭഗവാന് 4 മൂർത്തികളുണ്ടെന്ന് ശ്രീഭാഗവതം ഏകാദശ സ്കന്ധവും നാരായണീയവും പറയുന്നുണ്ട്. 766 നാമം ചതുർബാഹു. 4 കൈകളുള്ളവൻ. 4 കൈകളിലായിട്ട് നാദബ്രഹ്മത്തെ കുറിക്കുന്ന ശംഖം, കാലരൂപിയായ ചക്രം, ശക്രു സംഹാരകാരകമായ കൗമോദകി എന്ന ഗദ, സൗന്ദര്യത്തിൻ്റെയും അനാസക്തിയുടെയും പ്രതീകമായ താമര എന്നിവ ധരിച്ചിരിക്കുന്നതാണ് ഭഗവാന്റെ രൂപസങ്കല്പം. 767 നാമം ചതുർവ്യൂഹ. 4 വ്യൂഹങ്ങൾ ഉള്ളവൻ. സമാന ധർമ്മങ്ങളുള്ളവയുടെ സമൂഹമാണ് വ്യൂഹം. സൈന്യത്തെ ഒരു പ്രത്യേക രീതിയിൽ വിന്യസിക്കുന്നതിന് വ്യൂഹം എന്ന് പറയും. പ്രപഞ്ചശക്തികളാണ് ഭഗവാന്റെ സൈന്യം. അവയെ 4 വ്യൂഹങ്ങളായി വിന്യസിച്ചിരിക്കുന്നു. കാലവ്യൂഹം, കുലവ്യൂഹം, നാമവ്യൂഹം, ജ്ഞാനവ്യൂഹം എന്ന 4 വ്യൂഹങ്ങൾ രൂപമായവൻ.
കാലത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളും ചേർന്നാണ് കാലവ്യൂഹം. അതുപോലെ കുലങ്ങൾ, നാമങ്ങൾ, ജ്ഞാനം എന്നിവയും ഇവയെല്ലാം ചേർന്നാൽ ഭഗവത് രൂപമായി. 768 നാമം ചതുർഗതി. ഗതിക്ക് പല അർത്ഥങ്ങളുള്ളതിൽ പ്രാപ്യസ്ഥാനം, ലക്ഷ്യം എന്ന അർത്ഥത്തെ ആശ്രയിച്ചാണ് ഈ നാമത്തെ ആചാര്യന്മാർ വ്യാഖ്യാനിക്കുന്നത്. പ്രാപ്യസ്ഥാനമായവൻ, 4 തരക്കാർക്കും പ്രാപ്യനായവൻ, 4 മാർഗങ്ങളിലൂടെ എത്തിച്ചേരാനാകുന്നവൻ. ഭക്തി, കർമ്മം, ജ്ഞാനം, സന്യാസം എന്നിവയാണ് മാർഗങ്ങളായി പറയാറുള്ളത്. ഭക്തിയോഗം, ഭക്തിമാർഗം, കർമ്മയോഗം, കർമ്മമാർഗം, ജ്ഞാനയോഗം, ജ്ഞാനമാർഗം, സന്യാസയോഗം, സന്യാസമാർഗം എന്നിങ്ങനെ പ്രയോഗം. ഈ 4 മാർഗങ്ങളിലൂടെയും പ്രാപിക്കാവുന്നതിനായതുകൊണ്ട് ചതുർഗതി എന്ന നാമം. മനുഷ്യജീവിതത്തെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന 4 ആശ്രമങ്ങളായിട്ട് മുമ്പ് വിഭജിച്ച് പറഞ്ഞിട്ടുണ്ട്. 4 ആശ്രമങ്ങളിലൂടെ വിധിപ്രകാരം ജീവിക്കുന്നവന് ഭഗവത് പ്രാപ്തി ഉണ്ടാകുമെന്ന് വ്യാഖ്യാനിക്കുന്നു. 769 നാമം ചതുരാത്മ. ചതുര ആത്മാ എന്നോ ചതുർ ആത്മാ എന്നോ പദച്ഛേദം. ആദ്യത്തേതിന് സമർത്ഥമായ ആത്മാവുള്ളവനെന്നും രണ്ടാമത്തേതിന് 4 ആത്മാക്കളുള്ളവനെന്നും അർത്ഥം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നിവയെ ഭഗവാന്റെ 4 ആത്മാക്കളാക്കി കണക്കാക്കിയാൽ ഭഗവാൻ ചതുരാത്മാവാണ്. 770 നാമം ചതുർഭാവ. 4 ഭാവങ്ങളുള്ളവൻ. ഭഗവാന്റെ 4 ഭാവങ്ങൾ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ ഭാവങ്ങളായ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയും ബ്രഹ്മത്തിൻ്റെ ഭാവമായ അനുഗ്രഹവുമാണെന്നൊരു വ്യാഖ്യാനം. പുരുഷാർത്ഥങ്ങളായ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയാണെന്നും അഭിപ്രായമുണ്ട്. ചതുർവേദവിത്ത്. 4 വേദങ്ങളും നന്നായി അറിയാവുന്നവൻ. എല്ലാ വേദങ്ങളാലും അറിയപ്പെടേണ്ടവൻ ഞാൻ തന്നെ, വേദാന്തത്തിൻ്റെ കർത്താവും വേദത്തെ അറിയുന്നവരും ഞാൻ തന്നെയെന്ന് ഭഗവത്ഗീത. 772 നാമം ഏകപാത്. ഒരു പാദമുള്ളവൻ. പാദം എന്ന പദത്തിന് കാൽ എന്ന് പ്രസിദ്ധമായ അർത്ഥം. നടക്കാനുള്ള അവയവമാണ് കാല്. ഭഗവാന്റെ ഒരു പാദം തന്നെ എല്ലാ ലോകങ്ങളെയും ആവരണം ചെയ്യുന്നു. പാദം കൊണ്ടുള്ള ചലനം സാധ്യമല്ല. ചലിക്കാതെ തന്നെ സർവ്വവ്യാപിയാണ്. അതുകൊണ്ട് ഒരു പാദം മാത്രമുള്ളവൻ എന്ന ആലങ്കാരിക പ്രയോഗം. അല്ലയോ അർജുന, വിസ്തരിച്ചത് കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം? ഈ ഒരംശം കൊണ്ട് ഈ ജഗത്താകെ ധരിച്ചുകൊണ്ട് ഞാൻ സ്ഥിതി ചെയ്യുന്നു എന്ന് ഭഗവത്ഗീത. തേജോ വൃഷോദ്യുതിധര സർവശസ്ത്രഭൃതാം വര പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രോ നൈകശൃംഗോ ഗദാഗ്രജ ചതുർമൂർത്തി ചതുർബാഹു ചതുർവ്യൂഹ ചതുർഗതി ചതുരാത്മാ ചതുർഭാവ ചതുർവേദ വിരേകപാ.